കോഴിക്കോട് പയ്യോളി മൂരാട് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പേർ മരിച്ചു. ഇന്നോവ കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ 4 പേരാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഖില CP ഉണ്ട്. അഖില, അല്പം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു വാഹനാപകടത്തിലെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയായിരുന്നു. 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്നോവയും ഒരു ഓട്ടോറിക്ഷയുമാണ് ഇവിടെ കൂട്ടിയിടിച്ചത്. ഇപ്പോൾ കോഴിക്കോട് പയ്യോളിയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. വാഹനാപകടത്തിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വിവരമാണ്. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നുണ്ട്? 4 പേർക്ക് ഏകദേശം ഇന്ന് വൈകുന്നേരം 3:30 കൂടിയാണ് വലിയൊരു അപകടം സംഭവിക്കുന്നത്. അതിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അപകടം നടന്ന സമയത്ത് തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ വടകര രജിസ്ട്രേഷൻ ഉള്ളതാണ് കാറ്. പയ്യോളി മൂരാട് ദേശീയപാതയിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത്. വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ട്രാവലർ വാനും പയ്യോളി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. മാത്രമല്ല, ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു സമയത്ത് തന്നെയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും നാട്ടുകാരെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും ഈ പറഞ്ഞത് 4 പേരുടെ ആരൊക്കെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവരുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? വാഹനത്തിന്റെ അമിത വേഗതയാണോ? അങ്ങനെ എന്താണ് അപകട കാരണം എന്നത് വ്യക്തമായോ? കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. അതായത് ഈ പറയുന്നത് പോലെ ഈ വാൻ അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും കാറിന്റെ മുൻവശം